മൈസൂരിലെത്തിയാൽ പിന്നെ പാലസ് പോലെ തന്നെ നമുക്ക് പോകാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ദേവരാജ മാർക്കറ്റ്. ദേവരാജ മാർക്കറ്റിലേക്ക് പോകാൻ നമ്മൾ ഈ KR സർക്കിൾ കടന്നിട്ട് വേണ്ട പോകാൻ. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ട് എങ്ങനെയാണോ ഈ മാർക്കറ്റ് ഉണ്ടായിരുന്നത്, കുറച്ച് കടകൾ കൂടിയെന്നല്ലാണ്ട് സെയിം ബിൽഡിങ് സെയിം പൊസിഷൻ ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ഇഞ്ചി പഠിച്ചോനെ എന്തിനാണ് ഈ തിരക്ക് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ മുട്ടായി തെരുവൊക്കെ പോലെ തന്നെ കേട്ടോ ഏറെക്കുറെ. ഈ നാട്ടുകാർ മൊത്തം ഇറങ്ങി വന്നതാണോ ഇനി ടൂറിസ്റ്റ് ആണോ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എല്ലായിടത്തും തിരക്കോ തിരക്ക്. 3 ഏക്കർ സ്ഥലത്താട്ടോ ഈ ഒരു മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കടകളുടെ എണ്ണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇത് വീക്കിലി മാർക്കറ്റ് ആയിരുന്നല്ലോ, പിന്നെയാണ് ഇത് ഡെയിലി മാർക്കറ്റ് ആയത് കേട്ടോ. 1125 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ 3000-ലേറെ പണക്കാരും പിന്നെ അതിൻ്റെ പുറത്ത് വാങ്ങാൻ വന്നോല് വേറെയും. നമ്മളെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോഴുള്ള തിരക്കില്ലേ, സെയിം തിരക്ക് ഡെയിലി. എന്താല്ലേ ഇന്നെ പോലെ ഇനി വല്ല കാഴ്ചക്കാരുണ്ടാവും. എനിക്കിത് കണ്ടാലും മതിയാവില്ല എന്ന്. ഞാനൊരു ഫുൾ ഡേ ഇതുപോലെ ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ വല്ല ക്രേസ് ഇല്ലല്ലോ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഫുൾ തിരക്കാണ് എന്തായാലും. നടക്കാൻ മടിയിലൊക്കെ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. 3 ഏക്കറിൽ നമ്മൾ നടക്കുന്നതേ അറിയില്ല. കാരണം എന്താ, ഇഷ്ടംപോലെ സാധനങ്ങളല്ലേ നമ്മൾ നടക്കുന്നുണ്ടെന്നേ നമ്മളറിയില്ല. നമ്മൾ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും കേട്ടോ പോവുക. എന്താ വേറൊരു കവാടം, ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ വേറെയും സാധനങ്ങളാണ് കേട്ടോ. പൂക്കൾ, ഫ്രൂട്ട്സ്, എന്തിനാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പേരും തിരക്കാണ് എന്തായാലും. നമ്മളെ നാട്ടിലത്തെ മഴയൊന്നും ഇവിടെ അല്ല, പക്ഷെ നല്ല തണുപ്പ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ. കുത്തി തിരികെ ഞാൻ ഉള്ളിലേക്ക് കയറി പോയി നോക്കിട്ടോ. ഒന്നും വാങ്ങാനൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ത്വര ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഫ്ലവർ സെക്ഷനിലെത്തിയാൽ പിന്നെ ഞാൻ പതുക്കെ നടക്കുള്ളൂ കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണ്. ഇവർ ഞാൻ ആയുർവേദിക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വല്ല ഫംഗ്ഷനാണ് എന്തിനാണെന്നൊന്നും അറിഞ്ഞുകൂടാ. നിറയെ ഉണ്ട് എന്തായാലും. ഒരുപാട് പേര് ചോദിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുൾ ഷോപ്പുകളും കവർ ചെയ്തിട്ട് ഞാൻ എന്തായാലും പുറത്തേ ആടൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ നൗ.